വാൾട്ടർ സ്കോട്ടിൻ്റെ കവിതയാണ് ലോക്വിൻവർ. ഇതൊരു ബാലഡാണ്. മധ്യകാലഘട്ടത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൻ്റെ പാരമ്പര്യത്തെ ആശ്ലേഷിക്കുന്ന വ്യക്തിയാണ് വാൾട്ടർ സ്കോട്ട്. ഈ പാഠത്തിലെ ലോക്വിൻവറുടെയും എലൻ്റെയും പ്രണയകഥയാണ് നമുക്ക് ഇവിടെ അദ്ദേഹം കാവ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങളിലേക്കാണ് ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഒരു ചോദ്യം എങ്ങനെയാണ്: ബട്ട് അലൈറ്റഡ് അറ്റ് നെതർബൈ ഗേറ്റ്. നെതർബൈ ഹാളിൻ്റെ ഗേറ്റിൽ, നെതർബൈ കുടുംബത്തിൻ്റെ വിവാഹ ഹാളിൻ്റെ ഗേറ്റിന് മുന്നിൽ ഇറങ്ങി. എ ബ്രൈഡ് ഹാഡ് കൺസെൻറ്റഡ്. ഒരു വരൻ ആദ്യമേ വന്നിറങ്ങി. വധു അയാൾക്ക് സമ്മതം മൂളിയിട്ടുണ്ടായിരുന്നു. ദ ഗാലൻ്റ് കെയിം ലേറ്റ്. നമ്മുടെ വീരനായകൻ വൈകിയാണ് വന്നത്. ഫോർ എ ലാഗാർഡ് ഇൻ ലവ് ആൻഡ് എ ഡാസ്റ്റാർഡ് ഇൻ വാർ. ആർക്കാണ് വധു സമ്മതം മൂളിയെന്ന് അറിയാമോ? ഫോർ എ ലാഗാർഡ് ഇൻ വാർ ആൻഡ് ഡാസ്റ്റാർഡ് ഇൻ വാർ. അതായത് പ്രേമത്തിൽ നാണം കുണുങ്ങി യുദ്ധത്തിൽ പേടിത്തൊണ്ടനുമായ ഒരാൾക്ക്. ഹി വാസ് ടു വെഡ് ദ ഫെയർ എലൻ ഓഫ് യങ് ലോക്വിൻവർ. ചെറുപ്പക്കാരനായ ലോക്വിൻവർ എന്ന യോദ്ധാവിൻ്റെ സുന്ദരിയായ വധു, സുന്ദരിയായ പ്രണയിനി എലൻ, അവളെ വിവാഹം കഴിക്കാനായി എത്തിയത് അപ്രകാരം ഒരു യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. ചോദ്യം എങ്ങനെയാണ്: ഹു അലൈറ്റഡ് അറ്റ് ദ നെതർബൈ ഗേറ്റ് ബിഫോർ ദ സപ്പോസ്ഡ് വൺ. നമ്മുടെ നായകൻ ആണ് സപ്പോസ്ഡ് വൺ. പ്രതീക്ഷിക്കപ്പെടുന്ന നായകന് മുമ്പ് ആരാണ് വന്നിറങ്ങിയത് എന്ന ചോദ്യം. ഉത്തരം: എ മാൻ ഹു വാസ് ഗോയിങ് ടു മാരി എലൻ അലൈറ്റഡ് അറ്റ് ദ നെതർബൈ ഗേറ്റ് ബിഫോർ ദ സപ്പോസ്ഡ് വൺ. നമ്മുടെ നായകന് മുമ്പ് എത്തിച്ചേർന്നത് ആരായിരുന്നു? യെസ്, അദ്ദേഹത്തിന് അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ കണ്ടെത്തിയ, പ്രേമത്തിൽ നാണം കുണുങ്ങിയും യുദ്ധത്തിൽ പേടിത്തൊണ്ടനുമായ, ലാഗാർഡ് ഇൻ ലവ് ആൻഡ് ഡാസ്റ്റാർഡ് ഇൻ വാർ എന്നൊക്കെ കവി വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യൻ, അയാളാണ് വന്നെത്തിയത്. ഹി വാസ് എ ലാഗാർഡ് ഇൻ ലവ് ആൻഡ് ഡാസ്റ്റാർഡ് ഇൻ വാർ എന്നുകൂടി എഴുതിയാലാണ് ഉത്തരം പൂർണ്ണമാവുകയുള്ളൂ. മറ്റൊരു ചോദ്യം എങ്ങനെയാണ്: വാട്ട് ഡിഡ് ദ ബ്രൈഡ് ഡു ബിഫോർ ലോക്വിൻവർ അറൈവ്ഡ്. അതായത് നമ്മുടെ നായകൻ, വരൻ, അവൻ എത്തിച്ചേരുന്നതിന് മുമ്പ് വധു എന്താണ് ചെയ്തത്? ബിഫോർ ലോക്വിൻവർ അറൈവ്ഡ് ദ ബ്രൈഡ് ഹാഡ് കൺസെൻറ്റഡ് ടു ദ മാരേജ്. വിവാഹത്തിനും ഉള്ള സമ്മതം വധു നൽകിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം മാത്രമാണ് ലോക്വിൻവറുമായിട്ടുള്ള വിവാഹം എന്ന് അവൾക്കറിയാമായിരുന്നു. മറ്റൊരു ചോദ്യം: ഹു ഈസ് എ ലാഗാർഡ് ഇൻ ലവ് ആൻഡ് ഡാസ്റ്റാർഡ് ഇൻ വാർ. ആരാണ് ഒരു പ്രേമത്തിൽ നാണം കുണുങ്ങിയും യുദ്ധത്തിൽ പേടിത്തൊണ്ടനുമായ ഒരു വ്യക്തി എന്നാണ് ചോദ്യം. ലാഗാർഡ് ഈസ് എ ടിമിഡ് ആൻഡ് സ്ലോ പേഴ്സൺ. ലാഗാർഡ് എന്ന് പറഞ്ഞാൽ വളരെ നാണം കുണുങ്ങിയും വളരെ സാവധാനത്തിൽ പ്രവർത്തിക്കുന്നതുമായ വ്യക്തിയുമായ, വളരെ ലാഗായിരിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും. ആൻഡ് ഡാസ്റ്റാർഡ് എന്ന് പറഞ്ഞാലോ എ കവേർഡ്, ഒരു ഭീരു. ഇങ്ങനെ ഈ രണ്ട് വാക്കുകൾക്കും രണ്ട് അർത്ഥങ്ങൾ ഇങ്ങനെയാണ്. ദ മാൻ ഹു വാസ് ഗോയിങ് ടു മാരി എലൻ വാസ് എ ലാഗാർഡ് ഇൻ ലവ് ആൻഡ് ഡാസ്റ്റാർഡ് ഇൻ വാർ. എലനെ വിവാഹം കഴിക്കാനായിട്ട് വരുന്ന അവളുടെ അച്ഛൻ കണ്ടെത്തിയിരിക്കുന്ന വരനാവട്ടെ ഇപ്രകാരം ഒരു വ്യക്തിയാണ്, അവൾക്കൊട്ടും ചേർച്ചയില്ലാത്ത ആൾ എന്നർത്ഥം. മറ്റൊരു ചോദ്യം ഇതാണ്: വൈ ഈസ് ദ ബ്രൈഡ് റെഫേർഡ് ടു ആസ് ദ ഫെയർ എലൻ ഓഫ് ബ്രേവ് ലോക്വിൻവർ. ധീരനായ ലോക്വിൻവറുടെ സുന്ദരിയായ എലൻ എന്ന് നമ്മുടെ വധുവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് എന്താണ്? ദ ബ്യൂട്ടിഫുൾ എലൻ ഡിസേർവ്ഡ് എ ബ്രേവ് നൈറ്റ് ലൈക്ക് ലോക്വിൻവർ ആസ് ഹെർ ഹസ്ബൻഡ്. ലോക്വിൻവറെ പോലെയുള്ള ഒരു ധീരനായ നൈറ്റ്, അവളെയാണ് ലോക്വിൻവർ, ആ സുന്ദരിയായ എലൻ തീർച്ചയായും വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. ധീരനായ യോദ്ധാവാണ് ലോക്വിൻവർ. ഷീ ജസ്റ്റ്ലി ബിലോങ്ഡ് ടു ഹിം. തീർച്ചയായിട്ടും അവൾ നീതിനിഷ്ഠമായും അയാൾക്ക് അർഹതപ്പെട്ടവൾ തന്നെ. മറ്റൊരു ചോദ്യമാണ്: സോ സ്റ്റേറ്റ്ലി ഹിസ് ഫോം. അത്രയ്ക്ക് രാജോചിതമായിരുന്ന അയാളുടെ രൂപം. സോ ലവ്ലി ഹെയർ ഫേസ്. അത്രയ്ക്ക് സുന്ദരമായിരുന്ന അവളുടെ മുഖം. ഇനി മറ്റൊരു കാര്യം പറയുന്നത്: ദാറ്റ് നെവർ എ ഹാൾ സച്ച് എ ഗാലിയാഡ് ഡിഡ് ഗ്രേസ്. ആ ഹാള് അങ്ങനെ ഒരു ഗാലിയാഡിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നൃത്ത ജോഡികളാൽ അനുഗ്രഹീതമായിട്ടില്ല എന്ന് പറയുന്നു. വൈൽ ദ മദർ ഡിഡ് ഫ്രട്ട്. അമ്മ ഭയന്ന് നിൽക്കെ, ആൻഡ് ഹെർ ഫാദർ ഡിഡ് ഫ്യൂം. അച്ഛൻ ദേഷ്യത്താൽ രോഷം പൂണ്ട് നിൽക്കെ, ദ ബ്രൈഡ് ഗ്രൂം സ്റ്റുഡ് ഡാംഗ്ലിങ് ഹിസ് ബോണറ്റ് ആൻഡ് പ്ലിയും. അതുപോലെ തന്നെ അവൾക്കായി അച്ഛൻ കണ്ടെത്തിയ വരനുണ്ടല്ലോ, ബ്രൈഡ് ഗ്രൂം, അയാൾ അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ തൂവലും ആട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കെ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൗ ഡസ് സ്കോട്ട് ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ലോക്വിൻവർ ആൻഡ് എലൻ. ലോക്വിൻവറുടെയും എലൻ്റെയും ഫിസിക്കൽ അപ്പിയറൻസ് അഥവാ അവരുടെ പുറമേയുള്ള കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? വാൾട്ടർ സ്കോട്ട് സേസ് ദാറ്റ് ലോക്വിൻവർസ് ഫോം വാസ് എ സ്റ്റേറ്റ്ലി ഓർ മജസ്റ്റിക് ആൻഡ് എലൻസ് ഫേസ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ലോക്വിൻവറുടെ മുഖമെന്ന് പറയുന്നത് രാജോചിതമാണെന്നും എലൻ്റേത് സുന്ദരമാണെന്നും പറയുന്നു. രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്: വാട്ട് ഡസ് ദ പോയറ്റ് മീൻ വെൻ ഹി സേസ് നെവർ എ ഹാൾ സച്ച് എ ഗാലിയാഡ് ഡിഡ് ഗ്രേസ്. ആ ഹാള് ഇങ്ങനെ ഒരു ഗാലിയാഡിനെ കൊണ്ട് അനുഗ്രഹീതമായിട്ടില്ല എന്നും പറയുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോക്വിൻവർ വാസ് എ വെരി ഗുഡ് മാച്ച് ഫോർ എലൻ.
എലന് നന്നായി യോജിക്കുന്ന ഇണങ്ങുന്ന ഒരു ആളായിരുന്നു ലോക്കിൻവർ. ദർ ഗാലിയാഡ് ഗ്രേസ്ഡ് ദ ഹാൾ. അവരുടെ ആ നൃത്തജോടി അത് ആ ഹാളിനെ അനുഗ്രഹിച്ചു എന്ന് പറയാം. ദ ഹാൾ ഹാഡ് നെവർ വിറ്റ്നസ്ഡ് സച്ച് ഗ്രേസ്ഫുൾ ആൻഡ് മജസ്റ്റിക് ഡാൻസ് ഓഫ് ടു സച്ച് ലവേഴ്സ്. അത്തരത്തിലുള്ള പ്രണയ ജോഡികളുടെ നൃത്തം ഇതിനു മുമ്പ് ആ ഹാള് കണ്ടിട്ടേ ഇല്ലായിരുന്നു എന്നാണ് പറയുക. മറ്റൊരു ചോദ്യമാണ്, വൈ ഡിഡ് ദ മദർ ഫ്രെറ്റ് ആൻഡ് ഫാദർ ഫ്യൂം? എന്തുകൊണ്ടാണ് അമ്മ ഭയന്ന് നിന്നത്, അച്ഛൻ രോഷപ്പെട്ട് നിന്നത്? ദ മദർ ആൻഡ് ഫാദർ ഫ്രെറ്റഡ് ആൻഡ് ഫ്യൂംഡ് ബിക്കോസ് ദർ ഡോട്ടർ എലൻ ഡാൻസ്ഡ് വിത്ത് ലോക്കിൻവർ. കാരണം മറ്റൊന്നുമല്ല, അവരുടെ മകളായ എലൻ ലോക്കിൻവറോടൊപ്പം നൃത്തം ചെയ്തുവെന്ന്. ഇൻ ദ പ്രസൻസ് ഓഫ് എ മാൻ ഹു വാസ് ഗോയിങ് ടു മാരി ഹെർ. അതും അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന മറ്റൊരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ. ദേ ഡിസ്പ്രൂവ്ഡ് ഓഫ് ഹിം സിൻസ് ഹി ബിലോങ്ഡ് ടു അനദർ ക്ലാൻ. അയാൾ മറ്റൊരു ക്ലാനിൽ, ക്ലാൻ എന്ന് പറഞ്ഞാൽ വംശം, ഗോത്രം, മറ്റൊരു വംശത്തിൽ പറഞ്ഞയാളായതിനാൽ അയാളുമായുള്ള വിവാഹത്തെ അവർ വിസമ്മതിച്ചു എന്ന് പറയാം. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ ബോണറ്റ് ആൻഡ് പ്ലൂം ദാറ്റ് ദ ബ്രൈഡ് ഗ്രൂം വാസ് ഹോൾഡിങ്? ബ്രൈഡ് ഗ്രൂമിൻ്റെ തൊപ്പിയിൽ ബോണറ്റും പ്ലൂമും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഹി വാസ് ഹോൾഡിങ് ദ ഓർണമെൻ്റൽ ക്യാപ്പ്. ഒരു അലങ്കാര തൊപ്പിയായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. അഡോൺഡ് വിത്ത് ഫെദേഴ്സ്. അത് തൂവലുകൾ കൊണ്ട് അലങ്കരിച്ചതായിരുന്നു. ഹി വാസ് ഹോൾഡിങ് ഇറ്റ് ലൂസ്ലി അലൗവിങ് ഇറ്റ് ടു ഡാങ്കിൾ. അയാൾ അത് വളരെ സാവധാനത്തിൽ ഇങ്ങനെ അയഞ്ഞ മട്ടിൽ കയ്യിൽ തൂക്കി പിടിച്ചിരിക്കുകയോ മറ്റോ ആയിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന രീതിയിലായിരുന്നു അത് നിന്നിരുന്നത് എന്നർത്ഥം. ഇനി മറ്റൊരു ചോദ്യമാണ്, ചോദ്യം ഇങ്ങനെയാണ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് ലോക്കിൻവർ സേ ആഫ്റ്റർ ഹി എൻറ്റേർഡ് ദ നെതർബൈ ഹാൾ? ലോക്കിൻവർ നെതർബൈ ഹാളിൽ എത്തിയതിന് ശേഷം എന്താണ് അദ്ദേഹം പറഞ്ഞത്? വെൻ ലോക്കിൻവർ എൻറ്റേർഡ് ദ നെതർബൈ ഹാൾ, എലൻസ് ഫാദർ ആസ്ക്ഡ് ഹിം വെദർ ഹി കെയിം ഇൻ പീസ് ഓർ ഫോർ വാർ. നീ വന്നത് യുദ്ധത്തിനോ സമാധാനത്തിനോ എന്ന് എലൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അവനോട്. ഓർ വെദർ ടു ഡാൻസ് അറ്റ് ദ ഡാൻസ് ഹാൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡാൻസ് ഹാളിൽ നൃത്തം ചെയ്യുന്നതിനോ എന്തിനാണ് വന്നത്? ലോക്കിൻവർ റിപ്ലൈഡ് ദാറ്റ് ഹി വൺസ് ലവ്ഡ് എലൻ. ലോക്കിൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ എലനെ സ്നേഹിച്ചിരുന്നു, പക്ഷേ ബട്ട് ഹിസ് സ്യൂട്ട് വാസ് ഡിനൈഡ്. പക്ഷേ എൻ്റെ ആലോചന നിഷേധിക്കപ്പെട്ടു. ലവ് ഗ്രോസ് ലൈക്ക് ദ ടൈഡ് ഇൻ സോൾവേ. പ്രേമം സോൾവേ നദിയിലെ വേലിയേറ്റം പോലെ ഉയരുന്നു. ബട്ട് എബ്സ് ലൈക്ക് ഇറ്റ്സ് ടൈഡ്. പക്ഷേ അതിൻ്റെ വേലിയിറക്കം പോലെ അത് താഴുകയും ചെയ്യുന്നു. നൗ ഹി ഹാസ് കം ദർ ടു ഹാവ് എ ഡാൻസ് വിത്ത് ഹെർ. ഇപ്പോൾ അയാൾ വന്നത് അവളുമായി ഒരു നൃത്തം ചെയ്യാൻ. ആൻഡ് ഡ്രിങ്ക് എ കപ്പ് ഓഫ് വൈൻ. ഒരു കപ്പ് വൈൻ കുടിക്കാൻ. ഹി കുഡ് മാരി എനി അതർ ലേഡി ഇൻ സ്കോട്ട്ലൻഡ് ഹു വുഡ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എലൻ. എലനേക്കാൾ സുന്ദരികളായ, കൂടുതൽ സുന്ദരികളായ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ കന്യകമാർ സ്കോട്ട്ലൻഡിലുണ്ടെന്നും അവരിൽ ആരെയെങ്കിലും തനിക്ക് വിവാഹം കഴിക്കാമെന്നും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അനുനയ തന്ത്രമാണ് അയാൾ സ്വീകരിക്കുന്നത്. മറ്റൊരു ചോദ്യമാണ്, ഹൗ ഡിഡ് ലോക്കിൻവർ കമ്മ്യൂണിക്കേറ്റ് ടു എലൻ ആസ് ദ റീച്ച്ഡ് ദ ഹാൾ ഡോർ? എലനോട് എന്താണ് അയാൾ ഹാൾ ഡോറിൻ്റെ അടുത്ത് നൃത്തം ചെയ്ത് എത്തിയപ്പോഴേക്കും ചെവിയിൽ എന്തോ കാതിൽ മന്ത്രിക്കുന്നുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? എലൻ ലുക്ക്ഡ് അപ്പ് ടു സൈ. എലൻ മുകളിലേക്ക് തല ഉയർത്തി നെടുവേർപ്പെടുകയാണ് ചെയ്തത്. വിത്ത് എ സ്മൈൽ ഓൺ ഹെർ ലിപ്സ്. അവളുടെ ചുണ്ടുകളിൽ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആൻഡ് എ ടിയർ ഇൻ ഹെർ ഐ. അവളുടെ കണ്ണിലൊരു കണ്ണീരുണ്ടായിരുന്നു. ജസ്റ്റ് ക്ലിയർ ദാറ്റ് ഷീ സ്റ്റിൽ ലവ്ഡ് ലോക്കിൻവർ. ഒരു കാര്യം വ്യക്തമാണ്, അവൾ ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നുവെന്ന്. ബിഫോർ അതേഴ്സ് കുഡ് പ്രിവെൻറ്റ്. മറ്റുള്ളവർക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് ദേ ബിഗാൻ ടു ഡാൻസ്. അവർ നൃത്തം ആരംഭിച്ചു. വെൻ ദേ റീച്ച്ഡ് ദ ഹാൾ ഡോർ ഹി ടച്ച്ഡ് ഹെർ ഹാൻഡ്. ഹാൾ ഡോറിലെത്തിയപ്പോഴേക്കും അയാൾ എന്ത് ചെയ്തു? അവളുടെ കയ്യിൽ സ്പർശിച്ചു. ആൻഡ് സെഡ് സംതിങ് ഇൻ ഹെർ ഇയർ. അവളുടെ കാതിൽ എന്തോ പറഞ്ഞു. ആൻഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആൻഡ് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ്. അവൾക്ക് മനസ്സിലായി, അതായത് ഹി ഹാഡ് കം ടു ക്യാരി ഹെർ അലോങ് വിത്ത് ഹിം. അവളെ അയാളോടൊപ്പം കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് തൻ്റെ പ്രേമനായകൻ ബ്രേവ് ലോക്കിൻവർ വന്നിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അതിനനുസരിച്ച് സന്ദർഭോചിതമായി പ്രതികരിക്കുകയും ചെയ്തു. അടുത്തത് ആൻസർ ഇൻ 200 വേർഡ്സ്, അതായത് എസ് എ ആണ്. ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ ആക്ഷൻ ഓഫ് ലോക്കിൻവർ ഇൻ ദ പോയം. കവിതയിലെ ലോക്കിൻവറുടെ ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ലോക്കിൻവർ ഈസ് ആ പാഠത്തെക്കുറിച്ച് മറ്റേതെങ്കിലും രീതിയിലും എസ് എ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ആദ്യം എഴുതേണ്ടത് ലോക്കിൻവർ എന്നത് വാൾട്ടർ സ്കോട്ടിൻ്റെ മാർമിയോൺ എന്ന കവിതയിൽ നിന്നെടുത്ത ഒരു ബാലഡ് അഥവാ കഥാകാവ്യമാണെന്നാണ്. ലോക്കിൻവർ ഈസ് എ ബാലഡ് ഫ്രം വാൾട്ടർ സ്കോട്ട്സ് പോയം മാർമിയോൺ. എന്നിട്ട് എഴുതണം, വാൾട്ടർ സ്കോട്ട് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രാക്ടീസസ് ആൻഡ് കസ്റ്റംസ് പ്രിവെയിലൻ്റ് ഇൻ ദ മിഡിൽ ഏജസ്. മധ്യകാലഘട്ടത്തിലെ സമ്പ്രദായങ്ങളിലും കസ്റ്റംസിലും പ്രാക്ടീസ് രീതികളിലും അദ്ദേഹം വലിയ താല്പര്യമുള്ള മനുഷ്യനായിരുന്നു നമ്മുടെ കവിയായ വാൾട്ടർ സ്കോട്ട്. പ്രിവെയിലൻ്റ് എന്ന് വെച്ചാൽ അന്ന് അക്കാലങ്ങളിൽ നിലനിന്നിരുന്ന
മധ്യകാലഘട്ടങ്ങളിൽ യൂറോപ്പിലെ മധ്യകാലഘട്ടത്തിൽ യോദ്ധാക്കന്മാരുടെയും അതുപോലെ തന്നെ പ്രഭുക്കന്മാരുടെ കാസലുകൾ പ്രഭു ഭരണമാണ്, അല്ലെ, ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അതിനെ ആ കാലഘട്ടത്തിൻ്റെ കാസലുകളുടെയും പ്രഭുക്കന്മാരുടെയും നൈറ്റുകൾ എന്ന് പറയുന്ന വീരയോദ്ധാക്കന്മാരുടെയും അവരുടെ വീരോചിതമായ കഥകളുടെയും ഒക്കെ പേരുകേട്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം. അപ്പോൾ അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു വാൾട്ടർ സ്കോട്ടിന്. ദ പോയം ടേക്സ് us ബാക്ക് ടു ദ ഡേയ്സ് ഓഫ് ഷിവലറി. ഒരു വീര നായകത്വത്തിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോവുകയാണ് ഈ കവിത. when the hostility between rival families produced many exciting stories of heroism. ശത്രുതയുള്ള കുടിപ്പകയുള്ള കുടുംബങ്ങൾ തമ്മിൽ ഹീറോയിസത്തിൻ്റെ ഒത്തിരി അതിശയിപ്പിക്കുന്ന കഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ലോക്കിൻവർ ഈസ് എ ബ്രേവ് യങ് നൈറ്റ്. ലോക്കിൻവർ എന്ന് പറയുന്നത് ധീരനായ ചെറുപ്പക്കാരനായ യോദ്ധാവാണ്. ഹി ഫാൾസ് ഇൻ ലവ് വിത്ത് എലൻ, എ ബ്യൂട്ടിഫുൾ ലേഡി. എലൻ എന്ന് പറയുന്ന ഒരു സുന്ദരിയുമായി അയാൾ പ്രണയത്തിലാകുന്നു. ആസ് ദേ ബിലോങ് ടു റൈവൽ ഫാമിലീസ്. അവർ രണ്ട് ശത്രു കുടുംബത്തിൽപ്പെട്ടവരായിരുന്നതിനാൽ ദേ കനോട്ട് ഹോപ്പ് ടു മാരി ഈച്ച് അതർ. അവർക്ക് പരസ്പരം വിവാഹം കഴിക്കാമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദർ പാരൻസ്, പ്രത്യേകിച്ചും അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ. ലോക്കിൻവേഴ്സ് സ്യൂട്ട് ഈസ് റിജക്റ്റഡ് ബൈ എലൻസ് ഫാദർ. ലോക്കിൻവറുടെ ആലോചന എലൻ്റെ അച്ഛൻ നിഷേധിക്കുന്നു. ഹി ഡിസൈഡ്സ് ടു ഗിവ് ഹെയർ ഇൻ മാരേജ് ടു അനദർ മാൻ. അവളെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ അയാൾ നിശ്ചയിക്കുന്നു. ഹു ഈസ് എ ലാഗാർഡ് ഇൻ ലവ് ആൻഡ് ഡാസ്റ്റാർഡ് ഇൻ വാർ. പ്രേമത്തിൽ നാണം കുടുങ്ങി യുദ്ധത്തിൽ പേടിത്തൊണ്ടനുമായ മറ്റൊരു മനുഷ്യൻ ആയിരുന്നു അയാൾ. ദോ ഹി ഈസ് നോട്ട് വർത്തി ഓഫ് ഹെയർ. അങ്ങനെ അച്ഛൻ അവൾക്ക് വേണ്ടി കണ്ടെത്തിയ ആ മനുഷ്യൻ അവളെ ഒട്ടും അർഹിക്കുന്ന തരത്തിലുള്ള മനുഷ്യനായിരുന്നേയില്ല എങ്കിൽ കൂടി ഷീ അൺവില്ലിംഗ്ലി അഗ്രീസ് ടു മാരി ഹിം. അവൾ മനസ്സില്ലാ മനസ്സോടെ അയാളെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കുന്നു, എഗ്രി ചെയ്യുന്നു. ദ മാരേജ് ഡേ ഈസ് ഫിക്സ്ഡ്. വിവാഹ ദിവസം എത്തപ്പെടുന്നു ഉണ്ടോ. അങ്ങനെ അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ എസ്സേയിൽ ഉണ്ടോ. എന്നിട്ട് എന്താ ഉണ്ടായത്? ലോക്കിൻവർ കംസ് ടു നോ ഓഫ് ദിസ് ഡെവലപ്മെൻറ്റ്. ഈ സംഭവവികാസങ്ങളെക്കുറിച്ച് ലോക്കിൻവർ അറിയാനിടയാവുന്നു. ഈ കംസ് ടു നെതർബൈ ഹാൾ വിത്തൗട്ട് എനി ലാപ്സ് ഓഫ് ടൈം. ഒട്ടും സമയം കളയാതെ നെതർബൈ ഹാളിൽ അയാൾ എത്തിച്ചേർന്നു. വിത്ത് ഹിസ് ഹാൻഡ് ഓൺ ദ സോഡ്. അയാളുടെ വാളിൽ അയാളുടെ കൈകളുണ്ടായിരുന്നു. എലൻസ് ഫാദർ ആസ്കിം. അങ്ങനെ ഊരാൻ തയ്യാറെടുത്തിയ രീതിയിൽ വാൾപിടിയിൽ കൈ പിടിച്ചുകൊണ്ട് എലൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഈ യോദ്ധാവിനോട്, വെദർ ഹി ഹാസ് കം ആസ് എ ഫ്രണ്ട് ഓർ ആസ് എൻ എനിമി. നീ ശത്രുവായിട്ടോ മിത്രമായിട്ടോ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഹി ടാക്ട്ഫുള്ളി റിപ്ലൈസ് ദാറ്റ് വൺസ് ഹി ലവ്ഡ് ഹെർ വിത്ത് ഓൾ ഹിസ് ഹെർ. ഒരിക്കൽ ഞാൻ അവളെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിരുന്നു എന്ന് തന്ത്രപൂർവ്വം, ടാക്ട്ഫുള്ളി എന്ന് പറഞ്ഞാൽ തന്ത്രപൂർവ്വമാണ് മറുപടി പറയുന്നുണ്ട്. ബട്ട് നൗ ഹി ഹാസ് കം ടു എൻജോയ് എ ലാസ്റ്റ് ഡാൻസ് വിത്ത് ഹെർ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് അവളുമായി അവസാനത്തെ ഒരു നൃത്തം ആസ്വദിക്കുവാനാണ്. ആൻഡ് ഡ്രിങ്ക് എ കപ്പ് ഓഫ് വൈൻ. പിന്നെ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ. ഒരു കപ്പ് കാപ്പിയല്ല, ഒരു കപ്പ് വീഞ്ഞ് കുടിക്കാൻ. ഹി ആഡഡ് ദാറ്റ് ദർ ആർ അതർ മെയ്ഡൻസ് ഇൻ സ്കോട്ട്ലാൻഡ്. അദ്ദേഹം ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു, സ്കോട്ട്ലാൻഡിൽ ഇവൾ മാത്രമല്ല ഒത്തിരി കന്യകമാർ വേറെയുണ്ട് എൻ്റെ നാട്ടിൽ സ്കോട്ട്ലാൻഡിൽ. ഹൂ വുഡ് ഗ്ലാഡ്ലി ബിക്കം ഹിസ് വൈഫ്. അല്ലേ, അദ്ദേഹം ലോക്കിൻവർ എന്ന യോദ്ധാവിൻ്റെ ഭാര്യയാകാൻ സന്തോഷമുള്ള ഒത്തിരി പേര് വേറെയുണ്ടാകും. ഇവളേക്കാൾ സുന്ദരികളായിരിക്കും അവർ. ദ ഫാദർ ഗിവ്സ് ഹിം പെർമിഷൻ ടു ഡാൻസ് വിത്ത് ഹെർ. അങ്ങനെ ഈ ലോക്കിൻവറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛന് ഏതാണ്ട് ഉറപ്പായി ലോക്കിൻവർ അവളെ ഇനി വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല. അയാൾ മനസ്സുകൊണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ചുവെന്ന്. അപ്പോഴേക്കും ദ ഡാൻസ് ബിഗിൻസ്. നൃത്തം ആരംഭിക്കുന്നു. എവ്രി വൺ അഡ്മയേഴ്സ് ഹിസ് സ്റ്റേറ്റ്ലി ഫോം ആൻഡ് ഹെർ ലവ്ലി ഫേസ്. അതായത് എലൻ്റെ തന്നെ കസിൻസ് പറയുകയാണ്, ഈ രാജോചിതമായ ഈ മുഖമുള്ള ഈ വേഷവിധാനമുള്ള ഈ യോദ്ധാവല്ലേ എലന് കൂടുതൽ നല്ലത്, അല്ലാതെ ഈ നാണം കുടുങ്ങിയായ വരനല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും എലൻ്റെ ആ സ്റ്റേറ്റ്ലി ഫോമും അവളുടെ ലവ്ലി ഫേസും അഡ്മയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ ആരാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബഹുമാനിക്കുന്നുണ്ട്. ദ ബ്രൈഡ് മെയ്ഡൻസ് വിസ്പർ. തോഴിമാർ, വധുവിൻ്റെ കൂടെ തോഴിമാരുണ്ടാകും. അവരാണ് ബ്രൈഡ് മെയ്ഡൻസ് എന്ന് പറയുന്നത്. അവർ മന്ത്രിക്കുന്നുണ്ട്, കാതിൽ സ്വകാര്യം പറയുന്നുണ്ട്, വിസ്പർ ചെയ്യുന്നുണ്ട് ദാറ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു മാച്ച് ഹെർ വിത്ത് യങ് ലോക്കിൻവർ. ഈ ചെറുപ്പക്കാരനായ ലോക്കിൻവറെ എലനുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന്. വെൻ ലോക്കിൻവർ കംസ് നിയർ ദ ഡോർ. ലോക്കിൻവർ വാതിൽപ്പടിയിൽ എത്തുമ്പോൾ ഹി വിസ്പേഴ്സ് സംതിങ് ഇൻ ഇയർ. അവളുടെ ഇൻ ഹെർ ഇയർ, അവളുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നുണ്ട് അവൻ. എന്താണെന്ന് അറിയാമോ? കൂടെ എൻ്റെ കൂടെ വരണമെന്ന്, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നതുമാണെന്നും ആയിരിക്കാം പറഞ്ഞിരിക്കുക. ഷീ ടു ആക്സ് ക്വിക്ക്ലി. അവളും ഉടനെ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നുണ്ട്. ഇൻ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തിനുള്ളിൽ എന്താ സംഭവിക്കുക? ഹീ സ്വിങ്സ് ഹെയർ. സ്വിങ് ചെയ്യുക, ഊഞ്ഞാലാട്ടി എടുക്കുക. ഓൺ ഹോഴ്സ് ബാക്ക്, കുതിരപ്പുറത്തേക്ക്. ആൻഡ് ദേ റൈഡ് അവേ ബിഫോർ അതേഴ്സ് ലേൺ വാട്ട് ഈസ് ഹാപ്പനിങ്.
എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് അവർ ഓടിച്ചു പോവുകയാണ്. വെൻ ദേ റിയലൈസ് ദാറ്റ് വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചതെന്ന് അവർ തിരിച്ചറിയുമ്പോഴേക്കും ദേ ഫോളോ ഹിം ഇൻ ഹോട്ട് പർസ്യൂട്ട്, അവർ അവളെ പിന്തുടരുകയാണ് ഹോട്ട് പർസ്യൂട്ടിൽ. ബട്ട് ബൈ ദാറ്റ് ടൈം, പക്ഷേ ആ സമയത്തേക്ക് ദ യങ് കപ്പിൾ ഹാഡ് ഗോൺ ഫാർ ബിയോണ്ട് ദ റീച്ച്, ഈ യങ് കപ്പിള് അവർക്ക് എത്താവുന്നതിനപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ലോക്കിൻവർ വാസ് എ ഷിവലറിയസ് നൈറ്റ്, ലോക്കിൻവർ ഒരു ഷിവലറിയസ് നൈറ്റാണ്, വീരയോദ്ധാവായിട്ടുള്ള അല്ലെങ്കിൽ ധീരോചിതനായ പോരാളിയാണ്. നോ ഓർഡിനറി മാൻ വുഡ് ഹാവ് ഡെയർഡ് ടു എൻ്റർ ദ നെതർബൈ ഹാൾ എലോൺ അറ്റ് സച്ച് എ ടൈം, ഇത്രയും കുടിപ്പകയുള്ള ശത്രു കുടുംബത്തിൻ്റെ ഹാളിൽ അങ്ങനെ ഒരു സമയത്ത് കയറി ചെല്ലുവാനായിട്ടുള്ള ധൈര്യം വേറെ ഒരു മനുഷ്യനും കാണിക്കുകയില്ല. അത്രയും ധീരനായിരുന്നു അയാൾ എന്നുള്ളത്. ഹി വാസ് വെരി ഇൻ്റലിജൻറ്റ് ഓൾസോ, പക്ഷേ ധീരൻ മാത്രമാണോ, അയാൾ സമർത്ഥനും ബുദ്ധിമാനുമൊക്കെ ആയിരുന്നു എന്നാണ് പറയുക. ദാറ്റ് വാസ് വൈ, അതുകൊണ്ടല്ലേ ഹി ടോൾഡ് എലൻസ് ഫാദർ ദാറ്റ് ഹി ഹാഡ് കം ഓൺലി ടു ഹാവ് എ ഡാൻസ് വിത്ത് ഹെർ, താൻ വന്നിരിക്കുന്ന അവളോടൊപ്പം നൃത്തം ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന്, ഓൺലി ടു ഹാവ് എ ഡാൻസ് വിത്ത് ഹെർ ആൻഡ് ഡ്രിങ്ക് എ കപ്പ് ഓഫ് വൈൻ, ഒരു കപ്പ് വൈൻ കുടിക്കുക എന്നതുമാണ് തൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞത്. എന്തോ ആവട്ടെ, ദി ലാസ്റ്റ് 2 ലൈൻസ് ഓഫ് ദ പോം സമ്മറൈസ് ലോക്കിൻവേഴ്സ് ക്വാളിറ്റീസ് വെൽ, ആ കവിതയിലെ അവസാനത്തെ 2 വരികൾ ലോക്കിൻവറുടെ ക്വാളിറ്റികളെയൊക്കെ നന്നായി ചിത്രീകരിക്കുന്നുണ്ട്. സോ ഡെയറിങ് ഇൻ ലവ് ആൻഡ് ഡോൺലെസ് ഇൻ വാർ, പ്രേമത്തിൽ അത്രയ്ക്ക് ധീരൻ, ആൻഡ് ഡോൺലെസ് ഇൻ വാർ, യുദ്ധത്തിൽ അത്രയ്ക്ക് നിർഭയൻ. ഹാവ് യു എവർ ഹേർഡ് ഓഫ് എ ഗാലൻറ്റ് ലൈക്ക് യങ് ലോക്കിൻവർ, എന്താ യങ് ലോക്കിൻവറെ പോലെ ഒരു ഗാലൻറ്റിൻ്റെ കഥ നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന്. ഇതാണ് നമ്മുടെ എസ്സേ. താങ്ക് യു.